നമസ്കാരം. 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം ഇന്ന് രാവിലെ 6 മണിയോടെ ന്യൂഡൽഹിയിലെത്തി. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ടീം ബാർബഡോസ് ഗ്രാൻഡ്ലി ആദംസ് വിമാനത്താവളത്തിൽ നിന്ന് ബുധനാഴ്ച യാത്ര തിരിച്ചിരുന്നു. താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും. 11 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. അതിനുശേഷം സ്വീകരണത്തിനും റോഡ് ഷോയ്ക്കുമായി മുംബൈയിലേക്ക് പോകും. താരങ്ങൾ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, കുടുംബാംഗങ്ങൾ എന്നിവർക്കായി BCCI പ്രത്യേക വിമാനം ഏർപ്പാടാക്കിയിരുന്നു. ബുധനാഴ്ച അതിരാവിലെ വിമാനം ബാർബഡോസ് വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. കിരീട നേട്ടത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ബെറിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. ഇതോടെ ബാർബഡോസിലെ വിമാനത്താവളവും അടച്ചു. കാറ്റഗറി 4-ൽ പെടുന്ന ചുഴലിക്കാറ്റും മഴയും കാരണം ടീമിന് 3 ദിവസമായി ഹോട്ടലിൽ തുടരേണ്ടി വന്നു. ഇതോടെയാണ് യാത്ര പ്രതിസന്ധിയിലായത്. BCCI ഇടപെട്ടാണ് പ്രത്യേക വിമാനം ഏർപ്പാടാക്കിയത്. അതേസമയം 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടവുമായി എത്തുന്ന ടീം ഇന്ത്യയെ കാത്തിരിക്കുന്നത് വമ്പൻ സ്വീകരണങ്ങളാണ്. എയർ ഇന്ത്യ ചാമ്പ്യൻസ് 24 ലോകകപ്പ് വിമാനത്തിൽ രാവിലെ ഡൽഹിയിലാണ് ടീം എത്തിയത്. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ടീം അംഗങ്ങളെ കാണും. അഭിനന്ദനം നേരിട്ട് അറിയിക്കും. അദ്ദേഹത്തോടൊപ്പമാണ് താരങ്ങളുടെ പ്രഭാത ഭക്ഷണമെന്നാണ് വിവരം. ബാർബഡോസിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് മുൻപ് ട്രോഫിയുമായി നിൽക്കുന്ന ചിത്രം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഇന്ത്യൻ ടീം മുംബൈയിലേക്ക് പോകും. ട്രോഫിയുമായി താരങ്ങൾ മുംബൈ നഗരത്തിൽ റോഡ് ഷോ നടത്തും. നരിമാൻ പോയിന്റ്, മറൈൻ ഡ്രൈവ്, വാങ്കഡെ സ്റ്റേഡിയം വരെ ഓപ്പൺ ബസ്സിലാണ് റോഡ് ഷോ. വൈകിട്ട് 5 മുതലാണ് വിക്ടറി പരേഡെന്നും എല്ലാവരും എത്തിച്ചേരണമെന്നും രോഹിത് ശർമ്മ എക്സിൽ കുറിച്ചു. വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. ടീമിന് പ്രഖ്യാപിച്ച 125 കോടി ചടങ്ങിൽ BCCI കൈമാറും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും ടീം കൂടിക്കാഴ്ച നടത്തിയേക്കും. ആഘോഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ താരങ്ങൾ സിംബാബ്വേയിലെ ഹരാരയിലെത്തും. ടീമിൽ ഉൾപ്പെട്ടവരാണ് അങ്ങോട്ടേക്ക് പോകുക. സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടിരുന്ന സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശിവം ദുബെ എന്നിവരെ സിംബാബ്വേക്കെതിരെയുള്ള ആദ്യ 2 T20 മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്.